സർജറിയുടെ ഒരു ഫലസിദ്ധി എന്താണ്? അത് ചെയ്താൽ മാറുമെന്ന് 100% ഉറപ്പുണ്ടോ? ആക്ച്വലി താങ്കൾ ഇത് ചോദിക്കുമ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡർ ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അതായത് ഇത് 100% ഇതെല്ലാം ഒരു സ്ഥിരം ചോദ്യമാണ്. 100% ഗ്യാരണ്ടി ഉണ്ടോ ഡോക്ടർ എന്ന് ചോദിക്കാം. അപ്പോൾ അതായത് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പറയുന്ന അപസ്മാര ശസ്ത്രക്രിയ ചെയ്യുന്ന രോഗികൾക്ക്, മിക്കവാറും രോഗികൾക്കും ഈ അപസ്മാര ശസ്ത്രക്രിയ ചെയ്തില്ലെങ്കിൽ ഈ അപസ്മാരം മാറാനുള്ള സാധ്യത എത്രയാണ് ആദ്യം മനസ്സിലാക്കുക. എത്രയാണ്? 0% ആണ് ഇവരുടെ സാധ്യത. അപ്പോൾ ആ 0% നേരെ 100% ഇവർ ചോദിക്കുന്നത്, മനസ്സിലായില്ലേ? പക്ഷേ ഇതിൻ്റെ സാധ്യത ഏത് തരം ശസ്ത്രക്രിയയാണെന്നുള്ള അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അപസ്മാര ക്രിയകൾ എല്ലാം ചെയ്യുന്നത് അപസ്മാരം പൂർണ്ണമായും മാറ്റാൻ വേണ്ടിയല്ല. ചില ശസ്ത്രക്രിയകൾ അപസ്മാരത്തിൻ്റെ അളവും തീവ്രതയും കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ക്യൂറിന് വേണ്ടി, അല്ലെങ്കിൽ അപസ്മാരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി ചെയ്യുന്ന ക്യൂറേറ്റീവായിട്ടുള്ള, പൊട്ടൻഷ്യലി ക്യൂറേറ്റീവായിട്ടുള്ള അപസ്മാര ശസ്ത്രക്രിയകളിൽ മാക്സിമം റിസൾട്ട് 90% വരെ വരാം. ചില കേസുകളിൽ അത് 60% ആവാം. അത് നമ്മൾ ആദ്യമേ പേഷ്യൻറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ 60% 90% എന്ന് പറഞ്ഞ അർത്ഥം 100 പേർക്ക് ചെയ്യുമ്പോൾ 90 പേർക്കും പിന്നെ അപസ്മാരമേ വരുന്നില്ലെന്നാണ്. മനസ്സിലായില്ലേ? ആ 60% എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം 60% ആൾക്കാർക്കും പിന്നെ അപസ്മാരം വരുന്നില്ല. ബാക്കി 40% അപസ്മാരത്തിൻ്റെ അളവ് കുറയാം. ചിലർക്ക് വളരെ വിരളമായിട്ട് ബെനിഫിറ്റ് വരാതിരിക്കാം. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞാൽ പിന്നെ അതിന് രണ്ടാമതൊരു റീസർജറിയെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ വളരെ പ്രയാസമാണ്. ഇപ്പോൾ ഈ 60%, ഈ ബാക്കി 40% പലപ്പോഴും റീസർജറി, റീഇംപ്ലാന്റേഷൻ, റീഇവാലുവേഷൻ ഒക്കെ നടക്കും. വെളി രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നടക്കും. നമുക്ക് ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള പരിമിതികളുള്ളതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ആ ഒരു ഇത് കിട്ടാത്തത്. പക്ഷേ സക്സസ് റേറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഒരു 0% നിന്ന് ഒരു 90% സക്സസ്സിലേക്ക് എത്തുന്ന, അതായത് ദിവസം 4-5 ഒക്കെ അപസ്മാരം വരുന്ന ഒരാൾ പൂർണ്ണ അപസ്മാര വിമുക്തനായി നോർമലായിട്ട് ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ആലോചിക്കുക. അപ്പോൾ ഇത്രയും ഒരു എന്താ പറയുക, അവിശ്വസനീയമായിട്ടുള്ള റിസൾട്ട് തരുന്ന ഒരു പ്രൊസീജിയർ നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ ഇന്നിപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ.